ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യാസി. അപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂർ ആട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ ആണെങ്കിലോ നല്ല വെയിലാണ്. നാട്ടിലത്തെ വെയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂർത്തെ വെയിലാണ് ഗൈസ്, അടിപൊളി വെയിൽ. അപ്പോൾ നമുക്കൊന്നിച്ച് അവൻ്റെ അടുത്തേക്ക് പോയാലോ, വാ. ഞാനിവിടെ ലൊക്കേഷനിൽ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ ഒരാൾ ബാൽക്കണിയിൽ നിന്നിട്ട് ഷർട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ വീഡിയോ എടുക്കണവൻ കണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ രാവിലെ എത്തിയിട്ടുള്ളൂ, എന്നിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു അവൻ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് ഇപ്പോൾ എണീച്ച് വരുന്നത്. അപ്പോൾ കൈ കിട്ടി ആരുടെയോ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് മറ്റാൾ വരുന്നത്. ഇവൻ്റെ ഈ ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഫുള്ള് മരവും നല്ല രസമുണ്ട് ഈ വഴി കാണാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂർ ഓൾമോസ്റ്റ് സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ ഏരിയ ഇങ്ങനെയല്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ നേരെ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ അവിടെ ഈ ചിക്കൻ സ്ട്രിപ്സ് ആണ് ഗൈസ് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങി ഒരു ബൂസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് കണ്ടത്. അപ്പോൾ ഇവിടെ കയറി നമ്മൾ ഒരു ബൂസ്റ്റും ചായയും പിന്നെ എന്തൊരു ഐറ്റം കൂടി വാങ്ങിയപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുൾ തലശ്ശേരി കടികളാണ് ഗൈസ് പുറത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാനും അവനും. അപ്പോൾ നമ്മളൊരു ചിക്കൻ്റെ എന്തൊരു സാധനമാണത്. അപ്പോൾ അത് വാങ്ങി ഒരു ബൂസ്റ്റ് ഒരു ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് ഗൈസ്. നേരെ അവനെ കൊണ്ടാക്കി. പിന്നെ എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്താണ് ഈ ബ്ലോക്കിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഗൈസ്. അപ്പോൾ ഈ നിൽക്കുന്നതാണ് കെമ്പഗൌഡയുടെ സ്റ്റാച്ചു ആണ്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ, ഇതാണ് കെമ്പഗൌഡ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കണ്ടില്ലേ, ബ്ലൂ ഡാർട്ട് DHL അവരുടെ വെയർ ഹൗസുകളാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ATC. ഞാനിപ്പോൾ ഇന്നലെ എയർപോർട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഹരിക്കൂട്ടം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ നിൽക്കുക നമ്മുടെ മച്ചാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ യാസി.